ദൈവവും കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ബൈബിൾ സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബൈബിൾ സന്ദേശത്തിന്റെ 19ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാപിതാക്കളെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവർക്ക് ആർക്ക് ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുന്നതല്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും വയലുകളും നിത്യജീവനം ലഭിക്കും. ഈ സന്ദേശം എൻ്റെ ജീവിതവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു സന്ദേശമാണ്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ, അല്ലെ, നമ്മളെ സൃഷ്ടിച്ച നമുക്കൊരു സൃഷ്ടാവുണ്ടല്ലോ. അപ്പൊ ജഗദീശ്വരന്റെ നാമത്തിൽ നമ്മൾ എന്തെല്ലാം ത്യജിച്ചാലും, അത് മാതാപിതാക്കളായിക്കൊള്ളട്ടെ, നമ്മുടെ മക്കളായിക്കൊള്ളട്ടെ, സഹോദരന്മാരെയോ, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ ആഭരണങ്ങളോ, നമ്മുടെ ജോലിയോ, എന്ത് വേണമെങ്കിലും നമ്മൾ ത്യജിച്ചോട്ടെ, പക്ഷെ അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. കൂടാതെ നമുക്ക് നിത്യജീവനം ലഭിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗവും ലഭിക്കും എന്നാണ് അർത്ഥം. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞാല്, എന്നെ വളർത്തിയതാണ് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും. പിന്നെ അമ്മ, എൻ്റെ 1 വയസ്സ് പോലും തികയാത്ത മകന്, എൻ്റെ ആഭരണങ്ങള്, പിന്നെ പ്രോപ്പർട്ടി, എൻ്റെ പ്രിയപ്പെട്ട ജോലി, ഇതെല്ലാം ഞാൻ ഓരോരോ സാഹചര്യത്തിൽ ഭഗവാന് വേണ്ടി ത്യജിച്ചാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നതിന് മുന്നിലും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഒരു കാര്യം ചെയ്യത്തുള്ളൂ. അത് കാരണം എന്ത് ത്യജിച്ചിരുന്നാലും അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അത് തിരിച്ചു വരും. അതിന്റെ 100 ഇരട്ടി കിട്ടിയില്ലെങ്കിലും ഇരട്ടിയായിട്ടെങ്കിലും തിരിച്ചു കിട്ടും. കാരണം 18 പവന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് 36 പവനോളം ഉണ്ടാക്കാൻ സാധിച്ചു. കാരണം അത് എനിക്ക് ആരും തന്നതല്ല, ഞാൻ അധ്വാനിച്ചതിന് എനിക്കത് കിട്ടിയതാണ്. നമ്മൾ അധ്വാനിക്കണം, അല്ലാതെ ചുമ്മാ നമ്മൾക്ക് ആരും ഒന്നും കൊണ്ടു തരത്തില്ല. നമ്മൾ തന്നെ അധ്വാനിക്കും. പക്ഷെ അതിനുള്ള ആരോഗ്യവും ആയുസ്സും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് നേടാൻ പറ്റുകയുള്ളൂ. പിന്നെ അങ്ങനെ ഓരോന്നും, മകൻ നഷ്ടപ്പെട്ടു, മകനെ ഉപേക്ഷിച്ചെങ്കിലും മകനെ പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടി. മുത്തശ്ശനും മുത്തശ്ശിയുമായിട്ട് അവരെ ഉപേക്ഷിച്ച് പോയെങ്കിലും അധികം താമസിയാതെ അവരും എൻ്റെ കൂടെ വന്നു ചേർന്നു. പിന്നെ ജോലി വിട്ടപ്പോൾ എല്ലാവരും ഉപദേശിച്ചു, നിന്റെ കുട്ടികളൊക്കെ ചെറുതല്ലേ ഷീലെ, പിന്നെ ഇപ്പൊ ജോലി വിടുന്നത് ശരിയാണ്, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നവും ഇല്ല, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എങ്ങനെയാലും ജോലി ചെയ്ത് ട്യൂഷൻ എടുത്താലും ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ സ്കൂളിൽ എന്നാ 2007 2008 16,000 രൂപയായിരുന്നു ശമ്പളം. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു 30,000 35,000 രൂപയെ കൂടുതൽ മാസം കിട്ടാൻ തുടങ്ങി. അപ്പം ദൈവത്തിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെ ത്യജിച്ചാലും നമുക്ക് അതിന്റെ ഇരട്ടിയെങ്കിലും കിട്ടും, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ നിറഞ്ഞ മനസ്സോടെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് വേണം ഇങ്ങനെ നമ്മൾ ഓരോ ത്യാഗങ്ങളും ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് അനുഭവം ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതും മാത്രമല്ല, നമുക്ക് പിന്നെ നിത്യജീവനം ലഭിക്കും. അതായത് സ്വർഗം അഥവാ മോക്ഷം, മുക്തി ലഭിക്കും. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണവും പാനീയവും ഒന്നുമല്ല. നമ്മൾ ശാന്തിയോടും സമാധാനത്തോടും സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. രോഗങ്ങളില്ലാതെ, ദുഃഖങ്ങളില്ലാതെ, മാനസിക സംഘർഷമില്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയെ നമുക്ക് ദൈവം തരുന്നതാണ്. ഇതാണ് ഇന്നത്തെ പാഠം. നന്ദി, നമസ്കാരം.